ഹായ് നമസ്കാരം. ഒത്തിരി ആൾക്കാർ അഭ്യർത്ഥന പ്രകാരം ഞങ്ങൾ ആലുവ മണപ്പുറം ഷൂട്ട് ചെയ്തെടുത്തു കേട്ടോ. കുറേ ആൾക്കാരെന്നോട് പുറത്ത് രാജ്യങ്ങളിലുള്ള ഒത്തിരി ആൾക്കാരെന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സുതിമോളെ ആലുവയുടെ പരിപാടി ഒന്ന് എടുത്ത് കാണിക്കാവോ, ഞങ്ങൾക്ക് കുറേ ആഗ്രഹം, ഞങ്ങൾ നാട്ടിൽ ഒരു 10-35 വർഷമായി, ഞങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ആലുവ മണപ്പുറം കാണാൻ പോയിട്ട് ചേട്ടാ ഉണ്ടായിരുന്നില്ല, ചേട്ടായിക്ക് പനിയായിരുന്നു, ചേട്ടായിന് തണുപ്പ് കൊള്ളാൻ പറ്റില്ലാത്ത പോന്നു. അങ്ങനെ ഞങ്ങളവിടെ ചെന്നു. അതുകൊണ്ട് തൊട്ടിലാണെന്ന് കാശ് കൊടുത്ത് ആൾക്കാർ കയറുന്നത് നല്ല കാറാണ് കേട്ടോ. കോപ്പിറൈറ്റ് അടിക്കുന്നതുകൊണ്ടാണ് ഞാനത് കാണിക്കാത്തത്. ഇവിടെയൊക്കെ ഒരു മ്യൂസിക് ഉണ്ട്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. എന്തായാലും ഭയങ്കര രസമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ആലുവ മണപ്പുറം കാണുന്നത്. ഞാൻ ആകെ പാട്ടുകളൊക്കെ കേട്ടിട്ടുണ്ട്. ആലുവ മണപ്പുറം താന വീണു, വെള്ളത്തിൽ വീണെന്നൊക്കെ പറഞ്ഞ പാട്ടൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ മോനെ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും ഇല്ലല്ലോടാ നിനക്ക്. ഈ ഡയലോഗൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ നേരിട്ട് ആദ്യമായിട്ടാണ്.
ആലുവ മണപ്പുറം ആലുവ മണപ്പുറത്തെ കൂളിംഗ് ഗ്ലാസ് വെച്ച ചാവുകളെന്ന് പറഞ്ഞ കിടക്കുന്നതാണ്. മറ്റേ സൈനിക അതെ പായൊക്കെ ആയിട്ട് തന്നു. അങ്ങനെ ഞങ്ങൾ നേരം വെളുത്ത് പോരാനുള്ള പരിപാടിയാണ്. ഇട്ട പായൊക്കെ ചൂട്ടി ചേർത്ത് കൈ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതാണ് സുണ്ടപ്പൻ്റെ ജീജാമ്മ. സുണ്ടപ്പനെ കുഞ്ഞിലേ മുതൽ മഴവിൽ ഞാൻ പോകുന്ന സമയത്ത് നോക്കൊണ്ടിരിക്കുക ചേർത്തിയാണ് ചുരിദാറിട്ടിരിക്കുന്നത്. രാധിക ചേർത്തിയാണ്. അതും ചേട്ടൻ്റെ ഭാര്യയാണ്. അപ്പച്ചിയുടെ മക്കളുടെ ഭാര്യമാരാണ് ഇവർ. ഇത് ഈ ചുരിദാറിട്ടാണ് ജിയ ചേർത്തിയാണ്. സുണ്ടപ്പനെയും കുഞ്ഞിനെയൊക്കെ ഒത്തിരി വളർത്തിയിട്ടുണ്ട്. രാധിക ചേർത്തി നോക്കിയിട്ടുണ്ട്. അതിച്ചിടെ അവർ അമ്മയെപ്പോലെ നോക്കി പോകുന്ന എടുക്കുന്നൊക്കെ ചേർത്തിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ രാവിലെ ആലുവയിൽ പോരാനുള്ള പരിപാടിയായിട്ട് നിൽക്കണം. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഏലയ്യോ ചേർത്തിൻ്റെ ഒരു പരിപാടി. അങ്ങനെ അവിടെ പോലീസ് സന്നാഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എന്ത് പ്രശ്നങ്ങളോ കാര്യങ്ങളോ എന്ത് വന്നാലും ഓടി വന്ന് അവർ അത് കൈകാര്യം ചെയ്യുകയും ഭയങ്കര ഷാർപ്പായിരുന്നു കേട്ടോ എല്ലാവരും. കാരണം എവിടെ ഒരു ചെറിയൊരു അനക്ക മൂവ്മെൻറ്റ് കണ്ടാൽ തന്നെ ഒരു ഓടി പാഞ്ഞവിടെ എത്തുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആംബുലൻസ് ഡ്രൈവർമാർ എന്ത് ആപത്തോ ഉണ്ടായാലും അവർ പറന്നാണ് അവിടെ നിന്ന് വെച്ചത്. അതുകൊണ്ട് അല്ലെങ്കിൽ തന്നെ എനിക്ക് ആംബുലൻസുകാരോട് എനിക്ക് ഭയങ്കര ബഹുമാന സ്നേഹം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കുഞ്ഞു ഭരണികൾ, നല്ല നല്ല ചട്ടികൾ, കൈയൊക്കെ ഉള്ള ചെവിയൊക്കെ ഉള്ള ചട്ടിയൊക്കെ ഇരിക്കുന്നുണ്ടോ. ഞാനതൊന്നും കണ്ടിട്ടില്ല. ഞാൻ നേരിട്ട് അത് ആദ്യമായിട്ട് കണ്ടോ കാണുന്നത്. ചെവിയുള്ള ചട്ടികളും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിരുന്നു. ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓരോ സമയത്ത് കണ്ട കാഴ്ചകളാണ് കേട്ടോ. നല്ല കളിപ്പാട്ടങ്ങൾ, നല്ല കളർഫുള്ളായിരുന്നു. എന്താണ് ഏറ്റവും കൂടുതൽ ഞാൻ കണ്ട കാര്യം ചട്ടിയാണ് ചിണ്ടൊക്കെ ഞണ്ടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിരുന്നു കണ്ടോ. പാവപ്പെട്ട അമ്മച്ചി എന്താണെന്ന് ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ അവരുടെ. അങ്ങനെ ഇരിക്കുമ്പോൾ നല്ല കൈകൊട്ടിക്കളികാർക്കൊക്കെ പറ്റിയ മാല, അതുപോലെ തന്നെ കുഞ്ഞിനെ വെള്ളമൊക്കെ ഉറക്കപ്പിച്ച് നടക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ചേർത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് ഈ റൗണ്ട് സാധനം, സാധനമൊക്കെ ഞാനിത് എനിക്ക് വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിച്ചാണ് ആൾ വന്നത്. ആകെ പറഞ്ഞൊരു സാധനമാണ് കേട്ടോ. എനിക്ക് വാങ്ങണം എന്ന് പറഞ്ഞ് ആകെ പറഞ്ഞൊരു കാര്യമാണ് ചേർത്ത് ഈ സാധനം. ചേട്ടൻ പറയാ അങ്ങനെ നമ്മൾ മണപ്പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ആലുവ പാലത്തോട് കയറുകയാണ്. എന്നാലും ഒത്തിരി സന്തോഷമായി. എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണാൻ ആഗ്രഹിച്ച ഒരു കാര്യമായിരുന്നു ഈ ആലുവ മണപ്പുറത്തെ ഈ ബലിതർപ്പണം. എന്തായാലും എനിക്കത് കാണാൻ സാധിച്ചു. അതിന് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക. താങ്ക് യു.